Hi students, today welcome to CBSE syllabus, first chapter of mathematics, real numbers. നമ്മളിന്ന് CBSE syllabusലെ ആദ്യത്തെ ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാൻ പോകുന്നത്. റിയൽ നമ്പേഴ്സിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്പർ സീരീസ് നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി. ഒരറ്റമുണ്ട്, 1-ൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 ആൻഡ് ദ ഹയസ്റ്റ് പോയിന്റ് ഇൻഫിനിറ്റി. ഈ നാച്ചുറൽ നമ്പറാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്പർ സീരീസ്. അതിനുശേഷം വരുന്ന ഹോൾ നമ്പേഴ്സ്, അതിൽ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ നമ്മൾ 0 കൂടെ ആഡ് ചെയ്യുന്നു. ഇതിനും ഒരു അറ്റമുണ്ട് 0. അതിനുശേഷം വരുന്ന നമ്പർ സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 7th സ്റ്റാൻഡേർഡിൽ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റീജേഴ്സ്, അതായത് 0-നേക്കാളും ചെറിയ നമ്പേഴ്സ്, -2, -1, 0, 1, 2, 3, 4, 5 up to infinity. Then rational numbers. Rational numbers-ൽ ഈ ഇൻറ്റീജേഴ്സിന് പുറമെ ഫ്രാക്ഷൻസും കൂടെ വരുന്നു. അതായത് 1/2, -3/2. ഹോൾ നമ്പേഴ്സ് അല്ലാത്ത, അതായത് ഇൻറ്റീജേഴ്സ് അല്ലാത്ത ഫ്രാക്ഷൻസ് p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് റേഷണൽ നമ്പേഴ്സ്. പിന്നെ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇറേഷണൽ നമ്പേഴ്സും കൂടെ ഉൾക്കൊള്ളുന്നു. ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്, അതായത് ഒരു ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്. ഇപ്പോൾ √2 എന്തുകൊണ്ട് നമുക്ക് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ പറ്റുന്നില്ല? Why we can't write √2 as in p/q form? Because the decimal form of √2 is non-terminative, non-recurring. അതായത് ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ അത് ഒരു ആവർത്തിച്ചു വരാത്ത, അല്ലെങ്കിൽ അതിനെ നമുക്ക് p/q ഫോമിലേക്ക് ആക്കാൻ പറ്റാത്ത വിധത്തിൽ അതിങ്ങനെ നീണ്ടു പോവുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള നമ്പേഴ്സ്, ഇപ്പോൾ √2 നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റില്ല, √3 പറ്റില്ല, √5 പറ്റില്ല. ഇങ്ങനെയുള്ള p/q ഫോമിലേക്ക് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സും കൂടെ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് റിയൽ നമ്പേഴ്സ് കിട്ടുന്നത്. ഇപ്പോൾ റിയൽ നമ്പേഴ്സിൽ എന്തൊക്കെ വരും? കൗണ്ടിങ് നമ്പേഴ്സ്, ദാറ്റ് മീൻസ് നാച്ചുറൽ നമ്പേഴ്സ് വരും, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, റേഷണൽ നമ്പേഴ്സ്, ഇറേഷണൽ നമ്പേഴ്സ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ റിയൽ നമ്പേഴ്സ്. ആ റിയൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതിൽ 2 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതിൽ ആദ്യത്തേത് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം. ഫസ്റ്റ് തിയറാണ് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം, അഥവാ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ എന്ന് പറയാം. വാട്ട് ഈസ് മീൻ ബൈ ലെമ്മ? ലെമ്മ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, പ്രൂവ്ഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനായിട്ടൊരു പ്രൂഫ് വേണ്ട. ആ പ്രൂവ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ലെമ്മ എന്ന് പറയുന്നത്. ഇപ്പം യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ, യൂക്ലിഡ് എന്ന് പറയുന്ന മാത്തമെറ്റീഷ്യനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അഥവാ ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ച കാര്യം തന്നെയാണ്. അത് മറ്റൊരു പേരിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കൂ, നിങ്ങൾ 5-നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം
നമുക്ക് എത്ര ആൻസർ കിട്ടും? 5/3 ഈസ് ഈക്വൽ ടു 1. പക്ഷെ 1 കൃത്യമായിട്ട് പോവില്ല. ദർ ഈസ് എ റിമൈൻഡർ. ദാറ്റ് മീൻസ് എ ബാലൻസ്. എത്രയുണ്ട് ബാലൻസ്? 2 ആണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം 5 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 പ്ലസ് 2. 3 ഇൻറ്റു 1 പ്ലസ് 2. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോന്നിനോരോ പേര് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതായത് നമ്മൾ ഏതിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയും. ഏത് കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഡിവൈസർ. ഡിവിഡൻഡിനെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെ നമ്മൾ ക്വോഷ്യന്റ് എന്ന് പറയും. ആ ക്വോഷ്യന്റ് കൃത്യമായി പോയാൽ നമുക്ക് റിമൈൻഡർ ഉണ്ടാവില്ല, അവിടെ റിമൈൻഡർ 0 ആയിരിക്കും. പക്ഷേ ക്വോഷ്യന്റ് കൃത്യമായി പോയില്ലെങ്കിൽ നമുക്ക് റിമൈൻഡർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ റിമൈൻഡർ അവിടെ അവശേഷിക്കും. ഇവിടെ ഇത് നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അതേ രീതി തന്നെ. അപ്പോൾ അവിടെ വെച്ച് എന്താ ചെയ്യുന്നത്? നമ്മൾ ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു ക്വോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. അതായത് 5 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 പ്ലസ് 2. ഇത് നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു ജനറൽ ഫോമിലേക്ക് വരുമ്പോഴോ എ ബി എ ആൻഡ് ബി ആർ 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. എയും ബിയും 2 പോസിറ്റീവ് സംഖ്യകളാണ് എടുക്കുക. നമുക്ക് അതിൽ എ വലിയ സംഖ്യയാണെന്ന് വിചാരിച്ചു. അപ്പോൾ എയെ നമുക്ക് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെ നമുക്ക് ക്വോഷ്യന്റ് ക്യൂ എന്ന് പറയാം. പ്ലസ് ആർ റിമൈൻഡർ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. ദിസ് ഈസ് നോൺ ആസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. അതായത് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു ക്വോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇതാണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ റിമൈൻഡർ നോക്കൂ. റിമൈൻഡർ എപ്പോഴും 0-നേക്കാളും വലുതോ അല്ലെങ്കിൽ 0-ന് ഈക്വലോ ആയിരിക്കും. 0-ന് ഈക്വൽ ആവുമ്പം റിമൈൻഡർ ഇല്ല എന്ന് പറയാം. അപ്പോൾ റിമൈൻഡർ ഈ 2 കേസേ ഉണ്ടാവും. അതായത് ഒന്നുകിൽ 0-നേക്കാളും വലുതായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ ഈ റിമൈൻഡർ എപ്പോഴും തന്നെ ഡിവൈസറിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ഡിവൈസർ ആയിരിക്കും വലുത്. അപ്പോൾ 5-നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 1 ക്വോഷ്യന്റ് കിട്ടി, 2 റിമൈൻഡർ കിട്ടി. അപ്പോൾ റിമൈൻഡർ അവിടെ 2 ആണ്, അവിടെ ഡിവൈസർ 3 ആണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് 2-നേക്കാളും വലുതാണല്ലോ. അഥവാ റിമൈൻഡറിനേക്കാളും വലുതാണ് അവിടെ ഡിവൈസർ. അത് എല്ലാ ജനറലായിട്ട് വരുന്ന കേസാണ്. അപ്പോൾ ഇത് നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്ന് പറയാം. ഈ ഒരു കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുക? ഇത് ഉപയോഗിച്ച് നമുക്ക് HCF കാണാം. എന്താ HCF? 2 പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ HCF കാണാം. HCF എന്താണ്? 2 നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി മാറ്റാമല്ലോ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഫാക്ടേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടി. അങ്ങനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റുമ്പോൾ 2 സംഖ്യയിലും വരുന്ന കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവാം. അങ്ങനെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിലെ ഏറ്റവും വലിയ കോമൺ ഫാക്ടറിനെയാണ് നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് HCF, മലയാളത്തിലെ ഉസാഖ എന്ന് പറയും, HCF എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 15, 30. These are 2 pairs of numbers, 15 and 30. We can convert it into factors, prime factors. അപ്പോൾ 15-നെ പ്രൈം ഫാക്ടേഴ്സ് ആക്കി മാറ്റുമ്പോൾ 3 into 5. 3 into 5. Then
30. 30 can also be converted into prime factors. How? 3 into 5 into 2. 3 into 5 into 2. You can see that 3 is common in two cases. Also 5 is common. That means there are two common prime factors in these two cases. So we can say that 3 into 5 is common. 3 into 5 is equal to 15. 15 is the HCF of these two numbers. This is the method we studied in previous classes. Now we can use Euclid's division lemma to find the HCF of pairs of numbers. For example, here we can take again 30 and 15. Here we can convert it into the Euclid division lemma form. That means A is equal to BQ plus R. Here A 30. 30 is equal to 15 into how many times? 30 is 30 can be divided by 15 by 2 plus there is no remainder, so 30 is equal to 15 into 2 plus 0. Here the divisor is 15. 15 is the HCF in these pair numbers. Thus we can find HCF by using Euclid's division lemma. വേറെ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ നമുക്ക് ഈ HCF ഒന്ന് ക്ലിയർ ആയി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് for rectangle we can use a rectangle. A rectangle, length of the rectangle is 18 and breadth of the rectangle is 4. This is suppose here the rectangle is a plot. We have to tile the plot by using small tiles. How many tiles or how many equal tiles are used to plot the plot? Here we have to find the HCF of these pairs of numbers 18 and 4. 18ന്റെ 4ന്റെ HCF നമുക്ക് കാണാം. Euclid's division lemma ഉപയോഗിക്കുമ്പോൾ 18 is equal to 4 into 18 divided by 4. 18 divided by 4, 4 plus remainder 2. This can be used by using this method 18 divided by 4. 18 divided by 4. 4, 16, 2. That is 4 into 4 plus 2 is the answer. Then take the divisor here. 4. 4 is equal to 2 into remainder 2. 2, 4. 4 എത്ര പ്രാവശ്യം പോകും? 2 times. അപ്പോൾ ക്വോഷ്യന്റ് 2 ആണ്. റിമൈൻഡർ ഉണ്ടോ? ഇല്ല, 0. അപ്പോൾ 2 into 2 plus 0. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഡിവൈസർ ഏതാണ്? ഇത് ഡിവൈസർ ആണ്, ഇത് ക്വോഷ്യന്റ് ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഇതേ ഫോമിലാണ്. ഇത് ഡിവൈസർ, ഇത് ക്വോഷ്യന്റ്, ഇത് റിമൈൻഡർ ഇല്ല, 0 ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിർത്താം. അപ്പോൾ ഇവിടുത്തെ ഡിവൈസറിനെ എടുക്കാം നമ്മൾ. ഡിവൈസർ എത്രയാ? 2 ആണ്. അപ്പോൾ HCF 2 ആയിരിക്കും.
2 ആണ് ഇതിൻ്റെ കോമൺ ഫാക്ടർ. ഇപ്പം ഇവിടെ നമുക്ക് 2 വരുന്ന ടൈൽസ്, 2 സൈഡ് വരുന്ന ടൈൽസ് നമുക്കിവിടെ യൂസ് ചെയ്യാം. അത്രയും ടൈൽസ് ഇവിടെ നമുക്ക് ഇത് ഫ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഈ 4ൻ്റെയും 18ൻ്റെയും HCF ആണ് അത്. ഇങ്ങനെ നമുക്ക് ഏത് പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് കിട്ടുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ HCF കാണാൻ വേണ്ടിയിട്ട് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി. അടുത്ത ഒരു പ്രോപ്പർട്ടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം. നമസ്കാരം.